ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ മസാഇലുൽ ഫിഖ്ഹിലെ അദ്ദർസു ഹാദി അഷ്റ 11ാമത്തെ പാഠം സുജൂദ് സഹവ്. സഹവിൻ്റെ സുജൂദിനെ കുറിച്ചിട്ടാണ് ഈ പാഠത്ത് പറയുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് ഈ ബോക്സ് വായിക്കാം. എന്തിനാണ് സലാമിന് മുമ്പ് സുജൂദ് ചെയ്തത്? സുബ്ഹി നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ ഉമ്മയോട് ഖദീജ ചോദിച്ചു. കുനൂത്ത് മറന്നത് കൊണ്ടാണ് 2 സുജൂദ് ചെയ്തത്. ഉമ്മ പറഞ്ഞു. കുനൂത്ത് മറന്നാൽ നിസ്കാരം ശരിയാവുമോ? ഖദീജ ചോദിച്ചു. ഉമ്മ: നിസ്കാരം ശരിയാവും. കുനൂത്ത് അബാൽ സുന്നത്തിൽ പെട്ടതാണ്. അബാൽ സുന്നത്ത് ഒഴിവായാൽ സഹവിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അപ്പോൾ നമ്മൾ അബാൽ സുന്നത്തുകൾ 7 എണ്ണമുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഒഴിവായാൽ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അത് സലാം വീട്ടുന്നതിന് തൊട്ട് മുമ്പാണ് സുജൂദ് ചെയ്യേണ്ടത്. സുജൂദ് സഹവി കുബുല സലാം, സലാമിൻ്റെ തൊട്ട് മുമ്പാണ് സുജൂദ് സഹവ്. അപ്പോൾ മനസ്സിലാക്കുക, 2 സുജൂദാണുള്ളത്. സലാം വീട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് സുജൂദ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അബ്ആൽ സുന്നത്തുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഏതൊക്കെയാണ് അബ്ആൽ സുന്നത്തുകൾ? ഖദീജ ചോദിച്ചു. അബ്ആൽ സുന്നത്തുകൾ 7 എണ്ണമുണ്ട്. അബ്ആൽ സുന്നത്തുകൾ 7 എണ്ണമുണ്ട്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ സലാം വീട്ടുന്നതിൻ്റെ അല്പം മുമ്പ് 2 സുജൂദ് ചെയ്യണം. ഇതിന് സുജൂദ് സഹവ് എന്ന് പറയുന്നു. എന്താണ് സഹവിൻ്റെ സുജൂദ് എന്ന് ചോദിച്ചാൽ, അബ്ആൽ സുന്നത്തുകളിൽ നിന്ന് ഒന്ന് നഷ്ടപ്പെട്ടാൽ സലാം വീട്ടുന്നതിൻ്റെ അല്പം മുമ്പ് 2 സുജൂദ് ചെയ്യണം. അതിനാണ് സഹവിൻ്റെ സുജൂദ് എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. ഇനി അബ്ആൽ സുന്നത്തുകളാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ അത്തഹിയാത്ത്. ഒന്നാമത്തെ അത്തഹിയാത്ത്. ഒന്നാമത്തെ അത്തഹിയാത്തിന് ശേഷമുള്ള സ്വലാത്ത്. 2 ആണ് ഒന്നാമത്തെ അത്തഹിയാത്തിന് ശേഷമുള്ള സ്വലാത്ത്. മൂന്നാമത്തത് ഒന്നാമത്തെ അത്തഹിയാത്തിനും സ്വലാത്തിനും ഇരിക്കൽ. അത്തഹിയാത്തിന് ഇരിക്കാൻ മറന്ന് നേരെ നൃത്തത്തിലേക്ക് വന്നു, നമ്മൾ ഓർമ്മയില്ലാതെ. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം? സലാം വീട്ടുന്നതിന് മുമ്പ് 2 സുജൂദ് ചെയ്യാം. നാലാമത്തത് സുബ്ഹിലും റമളാൻ അവസാന 10 വിത്തിറിലുമുള്ള കുനൂത്ത്. സുബ്ഹിലും റമളാൻ അവസാന 10 എന്ത് കുനൂത്തുള്ളത്. അവസാന 10 വിത്തർ നിസ്കാരം, തറാവീഹിന് ശേഷമുള്ള വിത്തർ നിസ്കാരത്തിലുണ്ട് കുനൂത്ത്. സുബ്ഹിലെ നിസ്കാരത്തിലും എന്താണ് കുനൂത്തുണ്ട്. ആ കുനൂത്ത് നമ്മൾ മറന്നാൽ 2 സുജൂദ് ചെയ്യാം സലാം വീട്ടുന്നതിൻ്റെ അല്പം മുമ്പായിട്ട്. അപ്പോൾ ഇവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാറുണ്ടത്. സുബ്ഹിലും റമളാൻ അവസാന 10 ഡാഷിലുമുള്ള കുനൂത്ത്, വിത്തറിലുമുള്ള. അപ്പോൾ കുനൂത്തുള്ള നിസ്കാരങ്ങൾ ഏതൊക്കെ? ചോദ്യം വരാം. ഏതൊക്കെയാണ്? സുബ്ഹിലുണ്ട്, റമളാൻ അവസാന 10 വിത്തറിലുമാണ് കുനൂത്തുള്ളത്. മനസ്സിലാക്കുക. കുനൂത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കുടുംബത്തിൻ്റെയും മേലുള്ള സ്വലാത്ത്. കുനൂത്ത് ചൊല്ലുന്നതിൻ്റെ അവസാനത്തെ ഒരു ലൈന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കുടുംബത്തിൻ്റെയും മേലുള്ള സ്വലാത്താണ്. അപ്പോൾ അത് ചൊല്ലാൻ മറന്നാലും നമുക്ക് സഹവിൻ്റെ സുജൂദ് ചെയ്യാം. പിന്നെ കുനൂത്തിനും സ്വലാത്തിനും നിൽക്കാൻ മറന്നുപോയി, ഓർമ്മയില്ലാതെ സുജൂദിലേക്ക് പോയി എഴുത്തിദാലിൽ നിന്ന്, അപ്പോഴും നമുക്ക് സഹവിൻ്റെ സുജൂദ് ചെയ്യാം. അവസാനത്തെ അത്തഹിയാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് വേണ്ടിയുള്ള സ്വലാത്ത്. അത്തഹിയാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കുടുംബത്തിൻ്റെ മേലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് വേണ്ടിയുള്ള സ്വലാത്ത് ഉണ്ട്. അത് മറന്നാൽ നമുക്ക് എന്ത് ചെയ്യണം? സഹവിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അപ്പോൾ 7 എണ്ണം നന്നായി മനസ്സിലാക്കി പഠിക്കുക. ചോദ്യം വരുന്നത് അബ്ആൽ സുന്നത്തിൽ പെട്ടതാണ്. ഓപ്ഷൻ: ഒന്നാമത്തെ അത്തഹിയാത്ത്, അവസാനത്തെ അത്തഹിയാത്ത്, ഫാത്തിഹ ഓതൽ. അതിലേതാണ് അബ്ആൽ സുന്നത്തിൽ പെട്ടത്? ഒന്നാമത്തെ അത്തഹിയാത്താണ്. അപ്പം അങ്ങനെ ഓപ്ഷൻ മാറി വരും. കുനൂത്ത് ഓതൽ, ഫാത്തിഹ ഓതൽ, വജ്ജത്ത് ഓതൽ. ഇതിലേതാണ് അബ്ആൽ സുന്നത്തിൽ പെട്ടത്? കുനൂത്ത് ഓതലാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇനി എന്താണ്? ഖദീജ
റുക്കോയിലും സുജൂദിലും മറ്റും ചൊല്ലുന്ന ദിക്റുകൾ അബ്ആദ് സുന്നത്തിൽ പെടുമോ? ഉമ്മ ഇല്ല, അത് ഹൈആത്ത് സുന്നത്തുകളാണ്. അവ മറന്നാൽ സഹവിൻ്റെ സുജൂദില്ല. റുക്കോയിലും സുജൂദിലൊക്കെ ഉള്ള ദിക്റുകൾ അബ്ആദ് സുന്നത്തുകളിൽ പെട്ടതല്ല, അത് ഹൈആത്ത് സുന്നത്തുകളാണ്. അവ മറന്നാൽ സഹവിൻ്റെ സുജൂദില്ല. അപ്പോൾ അബ്ആദ് സുന്നത്തും ഹൈആത്ത് സുന്നത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മനസ്സിലാക്കണം പറ്റുന്നത്. എന്താണ്? അബ്ആദ് സുന്നത്തുകളിൽ നിന്ന് മറന്നാൽ സഹവിൻ്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കാം. എന്നാൽ ഹൈആത്ത് സുന്നത്തുകൾ മറന്നാൽ സഹവിൻ്റെ സുജൂദ് ഇല്ല. മനസ്സിലാക്കുക. അബ്ആദ് സുന്നത്തുകളിൽ നിന്ന് ഒന്ന് മറന്നാൽ സഹവിൻ്റെ സുജൂദ് ചെയ്യാം. ഹൈആത്ത് സുന്നത്തുകൾ മറന്നാൽ സഹവിൻ്റെ സുജൂദ് ഇല്ല. അതും കൂടി മനസ്സിലാക്കുക. ഉമ്മയും മകളും നിസ്കാര ശേഷമുള്ള ദിക്റുകൾ ചൊല്ലി ഉമ്മ ദുആ ചെയ്തു. ഖദീജ ആമീൻ പറഞ്ഞു. സുജൂദ് സഹവി ഖുബുല സലാം. സലാമിൻ്റെ തൊട്ടു മുമ്പാണ് സുജൂദ് സഹവ്. ചോദ്യം വരാറുണ്ട്. സുജൂദ് സഹവ്, സഹവിൻ്റെ സുജൂദ് ചെയ്യേണ്ട സമയം എപ്പോൾ? സലാമിൻ്റെ തൊട്ടു മുമ്പാണ് സഹവിൻ്റെ സുജൂദ് ചെയ്യേണ്ടത്. മനസ്സിലാക്കുക. ഇനി നമുക്കിതിൻ്റെ ദഫ്തർ തോലിബ് നോക്കാം. ഒന്നാമത്തെ നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. എന്താണ് സുജൂദ് സഹവ് എന്നാൽ എന്താണ് അടയാളപ്പെടുത്തി വെച്ചിട്ട് എഴുതുക. എന്താണ്? അബ്ആദ് സുന്നത്തുകൾ. അത് എഴുതുക ആദ്യം. അബ്ആദ് സുന്നത്തുകളിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ, ഇവയിൽ നിന്നുള്ളതിന് പകരം അബ്ആദ് സുന്നത്തുകൾ എന്ന് എഴുതാം. അബ്ആദ് സുന്നത്തുകളിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ സലാം വീട്ടുന്നതിൻ്റെ അല്പം മുമ്പ് 2 സുജൂദ് ചെയ്യണം. ഇതിന് സുജൂദ് സഹവ്, സഹവിൻ്റെ സുജൂദ് എന്ന് പറയുന്നു. മനസ്സിലാക്കി എഴുതുക. അടുത്ത ചോദ്യം എന്താ? തുടർച്ചയായി എത്ര ചലനമുണ്ടായാൽ നിസ്കാരം ബാത്തിലാകും? ഈ ചോദ്യം നിങ്ങൾക്ക് അടുത്ത ചാപ്റ്ററിലാണ് നിങ്ങൾക്ക് നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ പറയുന്നത്. അതിൽ നിന്ന് വന്നതാണ്. അപ്പോൾ തുടർച്ചയായി 3 ചലനങ്ങൾ ഉണ്ടായാലാണ് 12ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. തുടർച്ചയായി 3 ചലനങ്ങൾ ഉണ്ടായാൽ നിസ്കാരം ബാത്തിലാകുന്നു. അപ്പോൾ അവിടെ തുടർച്ചയായി 3 ചലനങ്ങൾ എന്ന് എഴുതി മനസ്സിലാക്കുക. നമുക്ക് അടുത്ത പാഠത്തിൽ അത് നന്നാക്കി പഠിക്കാം. അടുത്തത് അബ്ആദ് സുന്നത്തുകളും ഹൈആത്ത് സുന്നത്തുകളും തമ്മിലുള്ള വ്യത്യാസം എന്ത്? നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അബ്ആദ് സുന്നത്തുകളിൽ നിന്ന് ഒന്ന് നഷ്ടപ്പെട്ടാൽ സഹവിൻ്റെ സുജൂദുണ്ട്. എന്നാൽ ഹൈആത്ത് സുന്നത്തുകൾക്ക് സഹവിൻ്റെ സുജൂദില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയതാ. അബ്ആദ് സുന്നത്തുകളിൽ നിന്ന് ഒന്ന് നഷ്ടപ്പെട്ടാൽ സഹവിൻ്റെ സുജൂദ് ചെയ്യാം. എന്നാൽ ഹൈആത്ത് സുന്നത്തുകളിൽ നിന്ന് ഒന്ന് മറന്നാൽ സഹവിൻ്റെ സുജൂദില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്തെന്താണ്? കുനൂത്ത് ഓതേണ്ട സന്ദർഭങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നു? ഏതൊക്കെയാണ്? സുബഹിലും റമളാൻ അവസാന 10ലെ വിത്തിറിലുമാണ് കുനൂത്ത് ഓതേണ്ട സന്ദർഭങ്ങൾ. അപ്പോൾ അത് അവിടെയൊക്കെ എഴുതാം. കുനൂത്ത് ഓതാൻ മറന്നാൽ എന്തു ചെയ്യണം? എന്താണ്? കുനൂത്ത് ഓതാൻ മറന്നാൽ സലാം വീട്ടുന്നതിൻ്റെ അല്പം മുമ്പായിട്ട് 2 സുജൂദ് ചെയ്യണം. സഹവിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അങ്ങനെ എഴുതാം. മനസ്സിലാക്കുക. കുനൂത്ത് ഓതാൻ മറന്നാൽ, കുനൂത്ത് ഒഴിവായാൽ സഹവിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അങ്ങനെയും എഴുതി മനസ്സിലാക്കാം. അടുത്തത് ഹൈആത്ത് സുന്നത്തുകൾക്ക് 3 ഉദാഹരണങ്ങൾ എഴുതാനാണ്. ഹൈആത്ത് സുന്നത്തുകൾ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് റുക്കോയിലും സുജൂദിലും എഴുത്തിദാലിലൊക്കെ ചെല്ലുന്ന ദിക്റുകൾ ഹൈആത്ത് സുന്നത്തുകളാണ്. അപ്പോൾ ഇവിടെ 3 എഴുതാം. റുക്കോയ്, സുജൂദ്, എഴുത്തിദാല്, ഇതിലൊക്കെ ഉള്ള ദിക്റുകൾ ഹൈആത്ത് സുന്നത്തുകളാണ്. അടുത്തത് കുനൂത്തിന് ശേഷമുള്ള സ്വലാത്ത് എഴുതാനാണ്. കുനൂത്തിൻ്റെ അവസാനത്തിലുള്ള സ്വലാത്ത് ഏതാണ്? കുനൂത്തിൻ്റെ അവസാനത്തിൽ ഇതാ വസല്ലല്ലാഹു തആല അലാ ഹൈരി അൽക്കി സയ്യിദിന മുഹമ്മദിൻ നബിയിൽ ഉമ്മിയി വഅല ആലിഹി വസഹബിഹി വസല്ലം റബ്ബി ഗഫർ വർഹം വഅൻത ഖൈറുർ റഹീമീൻ. ഇതാണ് കുനൂത്തിന് ശേഷമുള്ള സ്വലാത്ത്. മനസ്സിലാക്കുക. അടുത്തത് ഇനി അബ്ആദ് സുന്നത്തുകൾ. അത് പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതണം. എങ്ങനെ നമ്മൾ പാഠത്ത് പഠിച്ചത് ഓർഡറിൽ 7 എണ്ണം താഴോട്ട് നമ്പർ പ്രകാരം എഴുതുക. ഒന്നാമത്തെ അത്തഹിയാത്ത്,
ഒന്നാമത്തെ അത്തിയത്തിന് ശേഷമുള്ള സ്വലാത്ത്, ഒന്നാമത്തെ അത്തിയാത്തിനും സ്വലാത്തിനും ഇരിക്കൽ, സുബഹിലും റമദാനിലും അവസാന പത്തിലെ വിത്തറിലുമുള്ള കുനൂത്ത്, കുനൂത്തിന് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് മേലുള്ള സ്വലാത്ത്, കുനൂത്തിനും സ്വലാത്തിനും നിൽക്കൽ, അവസാനത്തെ അത്തിയാത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് വേണ്ടിയുള്ള സ്വലാത്ത്. അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. എന്നിട്ട് അവിടേക്ക് എഴുതുക. അബാദ് സുന്നത്തുകൾ 7 എണ്ണം നിർബന്ധമായിട്ട് എഴുതുക. 5 വരി കുറയാതെ അബാദ് സുന്നത്തുകളെ കുറിച്ച് എഴുതാൻ വന്നാൽ ഇത് 7 എണ്ണം ഓർഡറിൽ നമുക്ക് എഴുതി വെക്കാൻ കഴിയണം. മനസ്സിലാക്കി പഠിക്കുക. ഇത്രയാണ് 11ാമത്തെ പാഠമായ സുജൂദ് സഹവ് എന്ന പാഠത്തിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ. എല്ലാവരും മനസ്സിലാക്കുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.